വേദിക മാഡം എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? അതെന്താ പ്രിയച്ചി, എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നുണ്ടോ? അയ്യോ അങ്ങനെയല്ല. ഹൃതിക മാഡം അവൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഹൃതിക മാഡം ഇനി ഇങ്ങോട്ട് വരില്ലെന്നാണ് ഞങ്ങൾ കരുതിയത്. പെട്ടെന്ന് ഹൃതിക മാഡം കയറി വന്നപ്പോ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു പോയതിൽ പിന്നെ ഓരോ നിമിഷവും ഇങ്ങോട്ട് വരണമെന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. രാജു എന്നെ കൂട്ടിക്കൊണ്ടുവരാതെ ഞാൻ എങ്ങനെ ഞങ്ങള് ഇങ്ങോട്ട് വരുന്നത്? ഞങ്ങളും ആ കാര്യം തന്നെ മാഡം പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ അങ്ങനെയാ. എനിക്ക് മനസ്സിലാവും അങ്ങളെ. രാജുവിന്റെ മനസ്സ് ശുദ്ധ. രാജുവിന്റെ മനസ്സിൽ അച്ഛനോടുള്ള ബഹുമാനവും സ്നേഹവും അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ മനസ്സിൽ എനിക്ക് സ്ഥാനമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കുടിക്കും മോളെ. എനിക്ക് വേണ്ട രാധമ്മ. കുടിക്കും മോളെ, കരച്ചു കുടിക്ക കുടിക്ക. രാധമ്മ, രാജുവിന്റെ പെണ്ണായി നിന്നെ ഞങ്ങള് കണ്ടുപോയി മോളെ. ഇനി അത് അങ്ങനെയെല്ലാം നാക്കാൻ പറ്റില്ല. രാധമ്മ എന്തിനാ കരയുന്നു? രാധമ്മ കരയണ്ട. രാജുവിന്റെ ഭാര്യയാവാൻ യോഗം ഇല്ലെങ്കിലും ഞാനും രാധമ്മയുടെ മോളെ പോലെയല്ലേ? മോളെ എനിക്കറിയായിരുന്നു ഞാൻ വന്ന നിങ്ങൾക്കൊക്കെ വിഷമാവൂന്ന്. അത് ഞാൻ വരാൻ മടിച്ചത്. ഞാനിനി അധികം നേരം നിൽക്കുന്നില്ല. ഞാൻ വന്നത് എന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, അത് കൊണ്ടുപോവാനാ. അയ്യോ, കണ്ട സന്തോഷത്തില് മാഡത്തെ അകത്തേക്ക് പോലും വിളിച്ചില്ല. രാധമ്മേ, ഞാൻ ഇറങ്ങുക. വേണുങ്ങളെ, ഞാൻ പോവാ. എവിടെയാണെങ്കിലും മാഡം സന്തോഷായിരിക്കണം. ചേച്ചി, ഞാൻ പോവാ. മോളെ, രാജു മോളെ തനിയെ വിടാതെ ഒന്ന് കൊണ്ടാക്കെങ്കിലും ചെയ്യടാ. അമ്മേ, രാജു, ഈ കുട്ടിയെ തനിച്ചു വിടരുത്. ഈ വീട്ടിലേക്ക് നീ കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അവളെ തനിച്ചിറങ്ങിപ്പോകാൻ പാടില്ല. നീ തന്നെ അവളെ കൊണ്ടുവിടണം. എന്താ ഋതിക, അവള് പിന്നെ രാജുവിന്റെ വീട്ടിൽ നിരങ്ങാൻ പോയിട്ട് അവന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് വന്നിരിക്കുന്നു. ദീപകെ, വെറുതെ രാജുവിനോടുള്ള വാശിക്ക് വഴക്കുണ്ടാക്കാൻ ഓരോ ഏഷണിയായിട്ട് വന്ന് നിക്കല്ലേ. അമ്മേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഏഷണി പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് എന്തിന്റെ കേടാ? രണ്ടെണ്ണം കൂടെ ഒരുമിച്ചൊന്ന് ഇറങ്ങുന്ന കണ്ടപ്പോ നല്ല 4 വർത്താനവും പറഞ്ഞ് രണ്ടിന്റെയും കരണത്തിട്ട് ഓരോന്ന് പൊട്ടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഞാനായിട്ട് അവരെ മെക്കിട്ട് കയറിയെന്ന് വേണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞത്. ദേ, ഞാനൊരു കാര്യം അമ്മയോട് മര്യാദയ്ക്ക് പറയുവാ. സ്വത്തിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ എന്തിനു വേണ്ടിയാണെങ്കിലും രാജുവിന്റെ എച്ചില് ജീവിതകാലം മുഴുവൻ തലയിൽ ചുമക്കാൻ എനിക്ക് പറ്റില്ല. ഞാനുമായിട്ടുള്ള വിവാഹം തീരുമാനിച്ചിട്ട് പോലും അവള് പിന്നെ രാജുവിന്റെ കൂടെ നാട് തണ്ടാൻ ഇറങ്ങാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വിവാഹം കഴിഞ്ഞാലും തുടരുമെന്ന് എനിക്ക് ഉറപ്പാ. അങ്ങനെ അവള് ചെയ്ത
അവളെ ഞാൻ കൊല്ലും. അങ്ങനെ ഊര് തണ്ടി നടക്കുന്നവളെ എനിക്ക് വിവാഹം ചെയ്യാൻ സൗകര്യമില്ലെങ്കിലോ? ആലോചിക്കുമ്പോഴേ എനിക്ക് എന്റെ ഉള്ളംകാലിൽ നിന്ന് തരിച്ചു കയറുവാ. അമ്മ അമ്മാനോട് പറഞ്ഞ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ദേ എനിക്ക് പറ്റില്ല കേട്ടോ. അവളെ തലയിൽ ചുമന്നോണ്ട് നടക്കാൻ എനിക്ക് പറ്റില്ല. കണ്ടവന്റെ കൂടെ പോയി മാസങ്ങളോളം കഴിഞ്ഞവളെ ഞാൻ പോട്ടേന്ന് വെച്ചതേ അമ്മ പറഞ്ഞിട്ടാ. അറിയാലോ? അറിയാടാ. നീ നിന്ന് പിടയ്ക്കാതെ ഒരു കാര്യം ചെയ്. നീ വാ, ഞാൻ ഇപ്പൊ തന്നെ പ്രതാപനോട് സംസാരിച്ചേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. ഞാനങ്ങും വരുന്നില്ല. അമ്മ തന്നെ പോയി അയാളോട് സംസാരിക്കും. ദേ ദീപകേ, നീ ഇങ്ങനെ ഒരുപാട് നന്മമരാവല്ലേ. എന്തായാലും നീ വേലക്കാരിക്ക് വയറ്റിലുണ്ടാക്കിയതിന്റെ അത്രയും ചെയ്യുന്നവനല്ല രാജു. ഋതികയുടെ സ്വഭാവവും നീ പറയുന്ന പോലെ അല്ലാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ദേ നീ മര്യാദക്ക് എന്റെ കൂടെ വന്നേ. വരാൻ. അവള് പിന്നെ രാജുവിന്റെ കൂടെ കറങ്ങാൻ പോയിരിക്കുന്നു. രാജുവായി അവൾ ഒരുമിച്ച് ജീവിച്ച സംഭവങ്ങളൊക്കെ പാടെ മറന്നത് അമ്മ പറഞ്ഞതുകൊണ്ടും അവളെന്റെ മുറപ്പെണ്ണായതുകൊണ്ടും മാത്രം അവളെ ഞാൻ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്. അവളിങ്ങനെ രാജുവിനോട് കറങ്ങി നടക്കുന്നത്